മൈസൂർ പഴമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ മിക്കവാറും തയ്യാറാക്കുന്ന നമ്മുടെ നുള്ളിയിട്ടപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്നിവിടെ വന്നിട്ടുള്ളത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഷാനാസ് റെസിപ്പീസ്. അപ്പോൾ നുള്ളിയിട്ടപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിലേക്കായിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയും കുറച്ച് ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറയെ അരിപ്പൊടിയും ആവശ്യത്തിന് മൈദപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നന്നായി ലൂസാക്കരുത്. അപ്പോൾ നമ്മൾ പഴം കൊണ്ട് ഉടക്കുന്നതാണ്, അതുകൊണ്ടാണ് വെള്ളം നോക്കിയിട്ട് ഒഴിച്ചാൽ മതി എന്ന് പറയുന്നത്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 3-4 മൈസൂർ പഴം ഇട്ടിട്ട് അതിലൊന്ന് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാം. നല്ലോണം കൈ കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റുള്ള ചെറുപഴങ്ങളൊക്കെ യൂസ് ചെയ്യാം, പക്ഷേങ്കിൽ ഈ മൈസൂർ പഴത്തിനെ കൊണ്ട് ആക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കാം. നല്ലോണം എണ്ണ ചൂടാകുമ്പോൾ ഒന്ന് ലോ ഫ്ലെയിം ആക്കി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം തിരിച്ചും മറിച്ചു വിട്ടിട്ടൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ നമ്മുടെ നുള്ളിയപ്പം ഇവിടെ റെഡിയാകും. പക്ഷേങ്കിൽ ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇട്ട് കൊടുത്താൽ നമ്മുടെ നുള്ളിയിട്ടപ്പം എന്നുള്ള പേരിന് ഒരു നീതി പുലർത്താൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ കൈ കൊണ്ട് നുള്ളിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കൈ കൊണ്ട് നുള്ളിയിട്ട് ഇടുന്നതുകൊണ്ടാണ് നമ്മൾ നുള്ളിയിട്ടപ്പം എന്ന് പേര് തന്നെ വരുന്നത്. അപ്പോൾ സ്പൂൺ കൊണ്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്തായാലും സാധനത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് തന്നെയാണ് കിട്ടുക. അങ്ങനെ മൊത്തത്തിൽ ഇവിടെ ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. മൈസൂർ പഴം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്നാക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.